ഇടവേളയ്ക്ക് ശേഷം യുകെയിൽ നിന്ന് ഇന്ത്യക്കാർക്ക് അനുകൂലമായ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അവസാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും അടുക്കുമ്പോൾ ഇന്ത്യൻ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായി തീരുമാനങ്ങൾ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ യുകെ വിദേശികൾക്ക് നൽകിയിരുന്ന വിസകളിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ ചർച്ചകൾക്ക് ശേഷം ഇതിൽ പുരോഗതിയുണ്ടെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പുതിയ നിയമങ്ങൾ പ്രകാരം ഓരോ വർഷവും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഏകദേശം 100 പുതിയ വിസകൾ ലഭിക്കുമെന്ന് യുകെ ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥൻ യുകെ പൊളിറ്റിക്കോയോട് പറഞ്ഞു. വിദേശികളുടെ തൊഴിൽ വിസകളിൽ ഇളവ് നൽകിയില്ലെങ്കിൽ യുകെയുടെ മൊത്തം മൈഗ്രേഷൻ നമ്പറുകളെ ഇത് ബാധിക്കുമെന്ന ആശങ്കകൾ യുകെ ഹോം ഓഫീസിന് ഉണ്ടെന്നും അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതെന്നും യുകെ മാഗസിനുകൾ റിപ്പോർട്ട് ചെയ്തു. പുതിയ വിസ മാറ്റങ്ങൾ വരുന്നതോടെ ഇന്ത്യക്കാർക്ക് ഇത് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ ഇത് എത്ര തൊഴിലാളികൾക്ക് പ്രയോജനമായിരിക്കുമെന്ന് പറയാൻ പറ്റില്ലെന്നാണ് അധികാരികൾ നൽകിയിരിക്കുന്ന വിവരം. യോഗ്യരായ തൊഴിലാളികളെക്കുറിച്ചുള്ള ഡേറ്റ ഇപ്പോഴും പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്നും പദ്ധതി പ്രാരംഭഘട്ടത്തിലാണെന്നും അധികാരികൾ പറഞ്ഞു. ഇത് പൂർത്തിയാകുന്നതോടെ ബിസിനസ്സുകാർക്ക് ഗുണം ചെയ്തേക്കും. കോവിഡിന് ശേഷം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി വിദേശികളാണ് യുകെയിലേക്ക് ജോലിക്കായി പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ യുകെയും മറ്റ് വിദേശ രാജ്യങ്ങളെ പോലെ വിസകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നു. പങ്കാളി വിസകളിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും യുകെ എന്ന സ്വപ്നം നഷ്ടമായി തുടങ്ങിയിരുന്നു. യുകെയുടെ വിസ എണ്ണത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏപ്രിൽ 1 യുകെ ഹോം ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1/3 കുറവ് വിസ അപേക്ഷകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ചിരിക്കുന്നത്. 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ 7,72,200 വിസ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1.24 ദശലക്ഷം അപേക്ഷകളായിരുന്നു ലഭിച്ചത്. ഒരു കാലത്ത് യുകെയുടെ വിസ എണ്ണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ആരോഗ്യ പരിചരണ മേഖലയിൽ നിന്നുള്ള അപേക്ഷകളായിരുന്നു. എന്നാൽ ഈ വർഷം ആരോഗ്യ വിസകളിൽ കുത്തനെ കുറവുണ്ടായി. 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ 1,29,600 അപേക്ഷകളാണ് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയ്ക്ക് ലഭിച്ചത്. എന്നാൽ 2024 മാർച്ച് മുതൽ 2025 മാർച്ച് വരെ ലഭിച്ചത് 26,600 അപേക്ഷകൾ മാത്രമാണ്. ഏകദേശം 80% കുറവുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ആശ്രിതരിൽ നിന്ന് 2,29,700 അപേക്ഷകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇന്നത് 54,100 കുറഞ്ഞു. ഏകദേശം 76% കുറവ് വന്നിട്ടുണ്ട്. ആരോഗ്യ മേഖല കൂടാതെ വിദഗ്ധ തൊഴിലാളികൾക്കായുള്ള തൊഴിൽ വിസകളിലും മാറ്റം വന്നിട്ടുണ്ട്. വിദഗ്ധ തൊഴിലാളികൾക്കായി അവതരിപ്പിച്ച പുതിയ ശമ്പള നിയമങ്ങളാണ് ഈ ഇടിവിന് കാരണമെന്നാണ് അധികാരികൾ പറയുന്നത്. 2024 മുതൽ വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് മിക്ക വിദഗ്ധ തൊഴിലാളികൾക്കും പ്രതിവർഷം കുറഞ്ഞത് 38,700 പൗണ്ട് വാർഷിക വരുമാനം മതിയായിരുന്നു. എന്നാൽ നിലവിലിത് ഏകദേശം 44,506 പൗണ്ട് അല്ലെങ്കിൽ പ്രതിവർഷം 50,639 പൗണ്ട് എന്ന രീതിയിലേക്ക് മാറ്റി. ഈ മാറ്റം പല അപേക്ഷകൾക്കും പ്രത്യേകിച്ച് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് യോഗ്യത നേടുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്ന് ദി സ്റ്റാൻഡേർഡ് യുകെ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിസ അപേക്ഷകളിൽ കുറവ് വന്നതുകൊണ്ട് ഇനിയും വിസ ഇളവുകൾ നൽകിയില്ലെങ്കിൽ ഇത് മൊത്തം വിസകളിൽ മാറ്റം വന്നേക്കാമെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഇളവുകൾ നൽകിയേക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും യുകെയും തമ്മിലുള്ള പുതിയ വ്യാപാര ചർച്ചകൾ ആരംഭിച്ചതുകൊണ്ട് തന്നെ പലർക്കും കൈവിട്ടുപോയ പ്രതീക്ഷകൾ തിരിച്ചുപിടിക്കാനാകും. നേരത്തെ യുകെ ആരോഗ്യ മേഖലകൾക്കുള്ള വിസയായിരുന്നു കൂടുതൽ നൽകിയിരുന്നതെങ്കിൽ ഇനി ബിസിനസ്സുകാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനാണ് തീരുമാനം. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി 2 ദിവസത്തെ ഉന്നതതല ചർച്ചയ്ക്കായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തിങ്കളാഴ്ച യുകെയിലെത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നടപടികളിൽ നിലവിലെ ആഗോള വ്യാപാര അന്തരീക്ഷം ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഇരു രാജ്യങ്ങളുടെയും ദൃഢനിശ്ചയത്തെയാണ് ചർച്ചകൾ കൊണ്ട് എടുത്തു കാണിക്കുന്നത്.